നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് കഴിഞ്ഞ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്തു എന്ന് പരിശോധിക്കാനാണ്. ഇനിയിപ്പോൾ മുഹറം 1 വരുമ്പോൾ വീണ്ടും നമ്മൾക്കൊരു ഫ്ലാഷ് ബാക്ക് എന്നോണം പിന്നോട്ട് തിരിഞ്ഞു നോക്കാനുണ്ട്. മുഹറം 1 വരുമ്പോൾ നമ്മളൊരു തിരിഞ്ഞു നോട്ടം വേണം, ഈ ഒരു വർഷം ഞാൻ എന്ത് ചെയ്തു എന്ന്. അതേപോലെ ബർത്ത്ഡേകൾ വരുമ്പോൾ നമ്മൾ 20 കഴിഞ്ഞ് 21ാമത്തെ വയസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾക്കൊരു തിരിച്ചുനോട്ടം വേണം, എൻ്റെ 20ാമത്തെ വയസ്സ് ഞാൻ എങ്ങനെ ചെലവഴിച്ചു എന്ന്. ഇനി 60കാരൻ 61ലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ എൻ്റെ 60ാമത്തെ വയസ്സ് ഞാൻ എങ്ങനെ ചെലവഴിച്ചു എന്ന് അയാളും ചിന്തിക്കണം. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ സമയത്തിന് വില കൽപ്പിക്കേണ്ടവരാണ്. പക്ഷെ സമയത്തിൽ 3 സമയങ്ങളാണ് നമ്മൾക്കുള്ളത്. 3 സമയങ്ങളാണ്. അതിലൊന്ന് കഴിഞ്ഞു പോയ സമയങ്ങളാണ്. അത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇനി ഉപയോഗിക്കാൻ കഴിയില്ല. മറ്റേത് വരാനിരിക്കുന്ന സമയമാണ്, അത് നമ്മുടെ കയ്യിലില്ല. പിന്നെയുള്ളത് പ്രസന്റ് ടൈം, നമ്മുടെ ഈ സമയം. എല്ലാ സമയത്തും നമ്മൾ അപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു സമയം, അത് മാത്രമാണ് നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുക. വേറെ ഒരു സമയവും നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കഴിഞ്ഞത് കഴിഞ്ഞു പോയി, വരാനിരിക്കുന്നത് നമ്മൾക്ക് ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനേ പറ്റുള്ളൂ. ആ സമയത്ത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഈ സമയത്ത് പ്ലാൻ ചെയ്യുക, എന്നിട്ട് ഈ സമയം കൂടി നഷ്ടപ്പെടുകയാ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പൊ പ്രസന്റ് ആയിട്ടുള്ള സമയം മാത്രമാണ്. ആ ഒരു സമയത്ത് കൂടി നമ്മൾ നമ്മുടെ നന്മകൾക്ക് വേണ്ടി, സ്വാലിഹായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞ ഒരു ആയത്താണ് ഞാൻ ആദ്യമായി ഇവിടെ ഓതി വെച്ചത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. നരകാവകാശികളായ ആളുകളെ കുറിച്ചാണ് അല്ലാഹു ഇവിടെ പ്രതിപാദിക്കുന്നത്. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം. അവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു നൽകുന്നത് നരകശിക്ഷയാണ്. നാറു ജഹന്നം, നരകശിക്ഷയാണ് അല്ലാഹു നൽകുക. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു. അവർ അവിടെ മരണപ്പെടൂല, അവർക്കവിടെ മരണമില്ല. നമ്മുടെ ഈ ഒരു സമയം നമ്മൾ ആലോചിക്കണം. നമ്മൾക്ക് എത്ര വേദനിപ്പിച്ചാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്കൊരു ആശ്വാസം എന്താണ്? മരണം വരെയല്ലേ ഇവർ ചെയ്യുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞല്ലോ. ആരെന്ത് ചെയ്താലും അടിച്ചാലും സത്യനിഷേധികളായ ആളുകൾ വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം. സത്യനിഷേധികളായ ആളുകൾക്ക് അല്ലാഹു നൽകുന്നത് നരകശിക്ഷയാണ്. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു. അവർക്ക് അല്ലാഹു തആല മരണം വിധിക്കുകയില്ല. നമ്മളിവിടെ ആരെത്ര ആക്രമിച്ചാലും അടിച്ചാലും മരണം വരെ മാത്രമേ ആളുകൾക്ക് നമ്മെ ശല്യം ചെയ്യാൻ കഴിയുള്ളൂ. മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു. മരിച്ചുപോയ ഒരാളെ നമ്മൾ അടിക്കുകയാണെങ്കിൽ അയാൾക്ക് വേദനിക്കൂല. പഴയ കാലത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു, മരണപ്പെട്ടുപോയ ആളുകളുടെ ശരീരത്തിൽ ഒരു ഈച്ചയിരുന്നാല് ആന ചവിട്ടുന്നതിനേക്കാളൊക്കെ വേദന ഉണ്ട്.
അങ്ങനെ വിശ്വാസം നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നില്ലേ? എന്റെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. മരണപ്പെട്ടു പോയ ഒരാളുടെ ശരീരത്തിൽ ഒരു ഈച്ച ഇരുന്നാൽ ഒരു ആന ചവിട്ടുന്നതിനേക്കാളൊക്കെ വേദന ഉണ്ടാവും. സത്യത്തിൽ അങ്ങനെ പറയപ്പെടാൻ കാരണം ഈ ഈച്ചിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരു മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശമാണ്, അല്ലെ? മരണപ്പെട്ടു പോയ ഒരാളുടെ ശരീരത്തിൽ ഈച്ചിരിക്കാന്ന് പറഞ്ഞാൽ ഒരു അദബുകേടാണ്. നമ്മൾ ആ മയ്യത്തിനെ നിസ്സാരമാക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ട് ഈച്ചയല്ല ഒരു പ്രാണിയും ആ മയ്യത്തിനെ സ്പർശിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കും. ഫാനിടും നമ്മൾ. അതുപോലെ തന്നെ കട്ടിലിന്റെ കാലുകളിൽ എണ്ണയോ വെള്ളമോ ഒഴിച്ചുകൊണ്ട് നമ്മൾ പാത്രത്തിലിട്ടിട്ട 4 കട്ടിലിന്റെ കാലുകളൊക്കെ വെക്കുക. റൂഹ്, ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപിരിയലോടുകൂടി ശരീരത്തിന് വേദന അല്ലെങ്കിൽ ഒരു ഫീലിംഗും പിന്നെ ശരീരത്തിന് ഉണ്ടാവില്ല എന്നാണ്. നമ്മുടെ റൂഹ്, നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയലോടുകൂടി പിന്നെ ഈ ശരീരത്തിന് വേദന ഉണ്ടാവില്ല. അങ്ങനെ വേദന ഉണ്ടാകുമായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ചിക്കൻ കാലൊക്കെ അടിച്ച് വലിക്കൂലേ? നമുക്ക് ആ ചിക്കനൊക്കെ എത്ര വേദന ഉണ്ടാവും. ചിക്കനും വലിയ വലിയ മട്ടന്റെ ഒക്കെ മന്തി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫുൾ മട്ടൻ മന്തിയൊക്കെ നമ്മൾ അടിക്കും. ഓരോരോ ആളുകൾ ഒരു കഷ്ണം കീറും പോലെ പാവം മട്ടൻ എത്ര വിഷമിക്കും. അതിനെ വേവിക്കുമ്പോൾ അതിന് എത്ര വിഷമുണ്ടാകും, അതിനെ കഷ്ണിക്കുമ്പോൾ എത്ര വിഷമുണ്ടാകും. അങ്ങനെയില്ല. ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയലോടുകൂടി കഴിഞ്ഞു, വേദന കഴിഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു ആശ്വാസം നമ്മൾക്കുണ്ട്. ദുനിയാവിൽ അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. മരിച്ചാൽ തീരുമല്ലോ ഈ വിഷം. അതുകൊണ്ടല്ലേ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. പ്രയാസങ്ങളും വിഷമങ്ങളും നിറഞ്ഞ് വല്ലാതെ അങ്ങോട്ട് പ്രയാസപ്പെടുമ്പോ ഇനി വേറെ വഴിയില്ല, എന്നാ പിന്നെ ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യ ചെയ്താൽ ദുനിയാവ് കഴിഞ്ഞു, ആഖിറം വേറെയാണ്. ദുനിയാവില് പിന്നെ ആ ശരീരത്തിന് വേദനയോ ടെൻഷനോ ഒന്നുമില്ല. ആഖിറത്തിൽ ഖബറിലെത്തലോടുകൂടി പുതിയൊരു ജീവിതം തുടങ്ങാണ്. അല്ലാഹു പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നമ ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു. അല്ലാഹു തആല സത്യനിഷേധികളായ ആളുകൾക്ക് നരകത്തിൽ വല്ലാത്ത ശിക്ഷയാണ് നൽകാൻ പോകുന്നത്. ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു. അവർക്ക് അല്ലാഹു മരണം വിധിക്കുകയില്ല. നരകത്തിൽ മരണപ്പെട്ടാൽ പിന്നെ നമ്മൾക്ക് വേദനയുണ്ടാവൂല. അതുകൊണ്ട് നരകത്തിൽ അല്ലാഹു മരണം വിധിക്കൂല. നരകത്തിലുള്ള ഒരാളും മരണപ്പെടൂല എന്നാണ് പറയുന്നത്. മരണം അവിടെ ഇല്ല. എന്തിന് മരണം? മരണം എന്തിന്? അല്ലാഹു പറയുന്നത് മരണം മാത്രമല്ല, അല്ലാഹു പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ചർമ്മം ഒന്ന് ഉരുകി പോകുമ്പോഴേക്കും അല്ലാഹു തആല പുതിയ ഒരു ചർമ്മം നൽകുമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മരണമെന്നല്ല, ശരീരത്തിന്റെ ചർമ്മം ഉരുകുമ്പോഴേക്കും പുതിയ ഒരു ചർമ്മം അല്ലാഹു നൽകുമെന്നാണ്. മരിക്കാൻ, മരണപ്പെടാനൊന്നും അവിടെ ടൈമില്ല. എന്തുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്? ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, എന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞ ആളുകൾ, സൗഫ നുസ്ലീഹിം നാറാ, അവർക്ക് ഞാൻ നൽകാൻ പോകുന്നത് നരകമാണ്. അവരെ ഞാൻ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവരുടെ ഈ ചർമ്മങ്ങൾ പഴുക്കുമ്പോൾ കുല്ലമാ നളിജത് ജുലൂദുഹും, തീ കൊണ്ട് തീ സ്പർശിച്ച് നമ്മുടെ ഈ ചർമ്മം മുഴുവനും എന്ത് ചെയ്യും? ഉരുകിത്തീരും. പിന്നെയുള്ളത് മാംസവും എല്ലിൻ കഷ്ണങ്ങളുമാണ്. എന്നാൽ അല്ലാഹു തആല ഈ മാംസം കരിഞ്ഞു തീരാൻ അല്ലാഹു കാത്തിരിക്കൂല. മാംസവും എല്ലും കരിഞ്ഞ് ചാരമാകാൻ അല്ലാഹു കാത്തിരിക്കൂല. ഈ ചർമ്മം ഉരുകുമ്പോഴേക്കും പുതിയ ഒരു ചർമ്മം ഉടനെ തന്നെ അല്ലാഹു നൽകുമെന്നാണ്. തൊലിന്ന് നിങ്ങൾ പറയുന്നതിന് അല്ലേ? തോലെന്ന് പറയോ? കാസർഗോഡ് ഭാഷയിൽ തോലെന്ന് പറയും. തൊലി, നമ്മുടെ ഈ തൊലിക്കട്ടി എന്നൊക്കെ പറയും. നമ്മുടെ ഈ തൊലി അത് ഉരുകുമ്പോഴേക്കും പുതിയ ഒരു തൊലി, അഥവാ ഇത് ഉരുകി മാംസം ഉരുകാൻ സമയമില്ല. ഇവിടെ വെന്തിട്ട് മാംസം വേവാനുള്ള സമയം നരകത്തിലില്ല. ഈ ചർമ്മം, ഈ തൊലി ഉരുകുമ്പോഴേക്കും പുതിയ ഒരു ചർമ്മം ഉടനെ തന്നെ ഇവിടെ ഉണ്ടായി. അതാണ് നരകം.
ഈ ഒരായത്തിൽ പഠനം നടത്തിയ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്തിനാണ് ഒരു ചർമ്മം, ഒരു തൊലി ഉരുകുമ്പോഴേക്കും പുതിയ ഒരു തൊലി എന്തിനാണ് അള്ളാഹു നൽകുന്നത്? മാംസം ഇറച്ചുകൂടി വെന്ത് എല്ലും കൂടി വെന്തിട്ട് അവസാന സമയം പുതിയൊരു ശരീരമുണ്ടാക്കിയ പോരെ? പഠനം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഒരു മനുഷ്യന് ശരീരത്തിലേക്ക് വേദന അനുഭവപ്പെടുന്നത് ഈ ചർമ്മത്തിലൂടെയാണെന്ന്, തൊലിയിലൂടെയാണ് വേദന അനുഭവിക്കാൻ. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫീൽ ആവുന്നത്, അല്ലെ? ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ആദ്യം ഒരു വേദന ഉണ്ടാവും. ആദ്യം ഒന്ന് ആ സൂചി നമ്മുടെ തൊലി ചർമ്മത്തിലേക്ക് കയറുമ്പോൾ ഒരു വേദന ഉണ്ടാവും. പിന്നെ ഇത്ര നീളമുള്ള ഇഞ്ചക്ഷൻ അകത്തേക്ക് കയറ്റി ഞരമ്പിലേക്ക് കയറ്റിയാലും ഒരു വേദനയില്ല. ഉണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? ഞരമ്പിലും മാംസത്തിലുള്ള വേദന ഫീൽ ചെയ്യുന്നത് ഈ തൊലിയിലാണ്. എല്ലാവരും ആദ്യം ഒന്ന് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ പെടക്ക, പിന്നെ അതിങ്ങനെ എത്ര അകത്തേക്ക് പോയാലും നമ്മൾക്കൊരു വേദന ഫീൽ ചെയ്യാറില്ല. വേദന ഈ ചർമ്മത്തിനാണ്. ഇത് ഉരുകിയാൽ പിന്നെ വേദന ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? ഇത് ഉരുകേണ്ട താമസം പുതിയ ഒരു ചർമ്മം ഉടനെ തന്നെ അള്ളാഹു ഉണ്ടാക്കും. അത് ഉരുകുമ്പോ വീണ്ടും ഉണ്ടാക്കും. ഇങ്ങനെ മരണം പോലുമില്ലാതെ, ലോകത്തിനൊരു അവസാനമില്ലാതെ, എൻഡില്ലാതെ നിരന്തരമായ ഒരു മനുഷ്യൻ തീ പൊള്ളുക എന്ന് പറഞ്ഞാൽ, തീയുടെ സ്പർശനം കൊണ്ട് വെന്തുരുകുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നരകത്തിലൊക്കെ അവസ്ഥ? അല്ലാഹു പറയുന്നത് അതാണ്, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, എന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിക്കളയുന്ന ആളുകൾ സൗഫ നുസ്ലീഹിം നാറാ, അവർക്ക് ഞാൻ നൽകാൻ പോകുന്നത് നരകശിക്ഷയാണ്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവരുടെ ചർമ്മം ഉരുകുമ്പോഴേക്കും പുതിയ ഒരു ചർമ്മം ഞാൻ അവർക്ക് നൽകും. ലിയദൂഖുൽ അദാബ്, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്? ലിയദൂഖുൽ അദാബ്, ഓരോ സെക്കൻഡുകളിലും വേദന അനുഭവിക്കാൻ വേണ്ടിയാണത്. അല്ലാഹു പറയുന്നുണ്ട് ഖുർആനിൽ, ലിയദൂഖുൽ അദാബ്, ഓരോ സെക്കൻഡുകളിലും വേദന അനുഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ, അല്ലാഹു യുക്തിവാനാണ്, അല്ലാഹു പ്രതാപമുള്ളവനാണ്. എന്നാൽ നല്ലവരായ ആളുകളോ, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി, അവർക്ക് ഞാൻ നൽകുന്നത് മനോഹരമായ തോട്ടങ്ങളാണ്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗമാണത്. ഖാലിദീന ഫീഹാ, ശാശ്വതരാണവർ, നരകത്തിൽ എന്നെന്നുമുണ്ടവർ, അവർക്ക് മരണമില്ല. നരകത്തിന്റെ സുഖങ്ങൾ അസ്തമിക്കാനില്ല, നരകത്തിൽ മരണം അനുഭവിക്കാനുമില്ല. ലഹും ഫീഹാ അസ്വാജും മുതഖറ, അവർക്ക് നല്ല സംശുദ്ധരായ ഭാര്യമാരെ, ഇണകളെയും അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇണകളുമുണ്ട് അവിടെ. വനുദ്ഖിലുഹും ളില്ലൻ ളലീല, അവർക്ക് അല്ലാഹു തആല നല്ല തണലുകളും അല്ലാഹു ഇവിടെ നൽകുമെന്നാണ്. സ്വർഗവും നരകവും അല്ലാഹു പ്രതിപാദിക്കുന്നുണ്ട്. ഒരേ സ്ഥലത്ത് രണ്ടുപേരെയും ഒന്നിച്ച് അല്ലാഹു ഇവിടെ പ്രതിപാദിക്കുകയാണ്. നരകക്കാരായ ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് പോലും അവരുടെ വേദന അല്ലാഹു ഒഴിവാക്കുകയോ, സ്വർഗീയ ലോകത്തുള്ള ആളുകൾക്ക് ഒരു സെക്കൻഡ് പോലും സുഖം അല്ലാഹു ഒഴിവാക്കുകയോ ചെയ്യില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വർഗക്കാരായ ആളുകൾ അവർക്ക് അവിടെ വിഷമമുണ്ടെങ്കിൽ ഒരൊറ്റ ഒരു വിഷമമാണ് ഉണ്ടാവുക. സ്വർഗത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? വിഷമമില്ലാത്ത ലോകം എന്നാണ്. എന്നാൽ ആ സ്വർഗക്കാർക്ക് പോലും വിഷമമുണ്ട്. എന്തിന്റെ പേരിലാണ് വിഷമമുണ്ടാവുക? ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ സെക്കൻഡുകളെ കുറിച്ചോർത്ത്, ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ സെക്കൻഡുകളെ കുറിച്ചോർത്ത് സ്വർഗക്കാരായ ആളുകൾക്കും വിഷമമുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വിഷമമുണ്ടാകുന്നത്? ഒരു റക്അത്ത് ഞാൻ കൂടുതൽ നിസ്കരിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാളും നല്ല ഒരു പദവി അല്ലാഹു എനിക്ക് തരുമായിരുന്നല്ലോ. ഒരു ജുസ് എങ്കിലും ഞാൻ കൂടുതൽ ഓതിയിരുന്നുവെങ്കിൽ,
ഒരു ദിക്റെങ്ങാനും ഞാൻ കൂടുതൽ ചൊല്ലിയിരുന്നുവെങ്കിൽ, ഒരു സ്വലാത്തെങ്ങാനും ഞാൻ കൂടുതൽ ചൊല്ലിയിരുന്നെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ അല്ലാഹു തആല ഇതിനേക്കാളും വലിയ മഹത്വം നൽകുമായിരുന്നല്ലോ എന്ന് സ്വർഗാവകാശികൾ പോലും നഷ്ടപ്പെടുത്തിയ സമയത്തെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സമയത്തിന്റെ വിലയറിയണമെങ്കിൽ നമ്മൾക്കത് നഷ്ടപ്പെടണം. കണ്ണിന്റെ വിലയറിയണമെങ്കിൽ കണ്ണ് നഷ്ടപ്പെടണമെന്ന് പറഞ്ഞതുപോലെ, ഉമ്മയുടെ വിലയറിയണമെങ്കിൽ ഉമ്മ നഷ്ടപ്പെടണമെന്ന് പറഞ്ഞതുപോലെ, സമയത്തിന്റെ വില സമയം ലഭിക്കുന്ന ആളുകൾക്കറിയില്ല. സമയത്തിന്റെ വില അറിയണമെങ്കിൽ സമയം നമ്മൾക്ക് നഷ്ടപ്പെടണം, അപ്പോഴാണ് അതിന്റെ വിലയറിയുക. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഓരോ സെക്കൻഡുകളും നമ്മെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതാണ്. എല്ലാം നന്മയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഉപയോഗിക്കാം. ജോലി ചെയ്യുമ്പോ അതിന് അല്ലാഹു നമ്മൾക്ക് പ്രതിഫലം തരും. കളിക്കുമ്പോഴും അല്ലാഹു നമ്മൾക്ക് പ്രതിഫലം തരും. ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സംസാരിക്കുമ്പോ അതിനും അല്ലാഹു പ്രതിഫലം തരും. അടുക്കളയിലിരുന്ന് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിനും അല്ലാഹു പ്രതിഫലം തരുന്നുണ്ട്. വസ്ത്രമലക്കുമ്പോൾ അതിനും അല്ലാഹു പ്രതിഫലം തരുന്നുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു പ്രതിഫലം തരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ പ്രതിഫലമില്ലാതെ നന്മയില്ലാതൊരു സമയം പോലും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകില്ല എന്നാണ്. അജബൻ ലിഅംരിൽ മുഅ്മിൻ, അജബൻ ലിഅംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ, ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്തേ? ഇന്ന സാബത്തുഹു ലറാഉ സബർ വ ഇന്ന സാബത്തുഹു സറാഉ ശകർ. ഒരു മുഅ്മിനായ മനുഷ്യന് പ്രയാസങ്ങൾ ഉണ്ടായാൽ അല്ലാഹുവിനോർത്ത് അയാൾ ക്ഷമിക്കുകയാണ്, അപ്പോഴും അയാൾക്ക് അല്ലാഹു പ്രതിഫലം തരും. ഒരു മുഅ്മിനായ സത്യവിശ്വാസി എന്തെങ്കിലും പ്രയാസമുണ്ടായി, രോഗങ്ങളുണ്ടായി, ദുഃഖമുണ്ടായി, കടബാധ്യതകളുണ്ടായി, ജീവിതത്തിൽ വല്ല പ്രതിസന്ധികളോ പരാജയമോ ഉണ്ടായാൽ അയാൾ അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറാകും. ഇൻ അസ്വാവതുഹു ലറാഉ സബർ, ക്ഷമിക്കും അയാൾ. ക്ഷമിച്ചാൽ അതിനും അല്ലാഹു പ്രതിഫലം തരുന്നുണ്ട്. വ ഇൻ അസ്വാബതുഹു സറാ, അയാൾക്ക് വല്ല സന്തോഷം അല്ലാഹു നൽകിയാൽ, വിജയം നൽകി, സ്ഥാനമാനങ്ങൾ നൽകി, സമ്പത്ത് നൽകി, വരുമാനം നൽകി, ആരോഗ്യം നൽകി, അല്ലാഹുവിന് അയാൾ ശുക്ർ ചെയ്യും, അൽഹംദുലില്ലാഹ്, അപ്പോഴും അയാൾക്ക് പ്രതിഫലമാണ്. അപ്പോൾ ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ മനുഷ്യന് എപ്പോഴും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസിയായ ഒരാൾക്ക് എപ്പോഴും പ്രതിഫലമാണ്. നിയ്യത്ത് നന്നാക്കണം. നമ്മൾ നിയ്യത്ത് നന്നാക്കിയാൽ മതി, എപ്പോഴും പ്രതിഫലമാണ്. ഒരു മനുഷ്യൻ ഈ രണ്ടവസ്ഥയിലല്ലാതെ ഉണ്ടാവുകയേ ഇല്ല, അല്ലെ? ഒന്നുകിൽ അയാൾക്ക് സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ദുഃഖമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് ഒന്നുകിൽ നല്ല സന്തോഷമായിരിക്കും ഈ സമയത്ത്, ഒന്നുകിൽ വലിയ ദുഃഖമായിരിക്കും, അല്ലെ? ഈ രണ്ട് അവസ്ഥയല്ലാതെ വേറൊരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സന്തോഷമുള്ള അവസ്ഥ അല്ലെങ്കിൽ ദുഃഖമുള്ള അവസ്ഥ. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഒരു പകുതി ഭാഗം നല്ല മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല, നല്ല സന്തോഷത്തിലാണ്. ഒരു പകുതി ഭാഗം വലിയ വിഷമത്തിലും ടെൻഷനിലൊക്കെ ആയിരിക്കും. ഇത് രണ്ടല്ലാതെ മൂന്നാമതൊരവസ്ഥ നമ്മൾക്കില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കും അല്ലാഹു പ്രതിഫലം തരുന്നുണ്ട്. എന്തേ? അവർ ക്ഷമിക്കുകയാണ്, എന്റെ റബ്ബ് തന്നതല്ലേ. സന്തോഷമുള്ളവരോ അവർ സ്തുതിക്കുകയാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു എനിക്ക് നിഅമത്ത് തന്നല്ലോ, അതിനും പ്രതിഫലമാണ്. സത്യവിശ്വാസികളായ ആളുകളുടെ ഓരോ സമയവും വിലപ്പെട്ടത് തന്നെയാണ്. എല്ലാ സമയത്തും അല്ലാഹു പ്രതിഫലം തരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു ഭാര്യ പത്തിരി ചുടുമ്പോൾ അല്ലാഹു ആ ഭാര്യയ്ക്ക് പ്രതിഫലം തരുന്നുണ്ട്. ഭാര്യ തന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനാണ് പത്തിരി ചുടുന്നതെങ്കിൽ, വീട്ടിലേക്ക് വരുന്ന അതിഥികൾ, അവർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന വീട്ടിലെ ഉമ്മ അതിഥിയെ സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ ഭക്ഷണം പാചകം ചെയ്താൽ ആ ഉമ്മയ്ക്കും അല്ലാഹു പ്രതിഫലം തരുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന അതിഥി കുടുംബബന്ധം ചേർക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വരുന്നതെങ്കിൽ ആ വരുന്ന അതിഥിക്കും അല്ലാഹു പ്രതിഫലം തരുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പോകുന്ന
ചെറുപ്പക്കാർ, രാവിലകളിൽ നടക്കാൻ പോകുന്ന ചെറുപ്പക്കാരായാലും പ്രായാധിക്യത്തിലെത്തിയ വയസ്സന്മാരായാലും എന്റെ ആരോഗ്യം ഞാൻ സൂക്ഷിക്കുകയാണ് എന്ന ഉദ്ദേശത്തോടെ എന്റെ ആരോഗ്യം ഞാൻ ശ്രദ്ധിക്കുകയാണ്. ആരോഗ്യമുണ്ടെങ്കിലേ എനിക്ക് നിസ്കരിക്കാൻ കഴിയുള്ളൂ, ആരോഗ്യമുണ്ടെങ്കിലേ എനിക്ക് നോമ്പെടുക്കാൻ കഴിയുള്ളൂ, ആരോഗ്യമുണ്ടെങ്കിലേ എനിക്ക് ഖുർആൻ ഓതാനും ദിക്ർ ചെല്ലാനും അള്ളാഹുവിന്റെ ദീനിന് സേവനം ചെയ്യാനും കഴിയുള്ളൂ. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ കളിക്കണം, രാവിലകളിൽ നടക്കണം എന്നുള്ള നീയത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിയായ ഉദ്ദേശത്തോടെ കളിക്കുകയും അതേപോലെ എക്സസൈസ് ചെയ്യുകയും ചെയ്താൽ അതിനും അള്ളാഹു അയാൾക്ക് പ്രതിഫലം തരുമെന്നാണ്. അപ്പൊ കളിയും ഇബാദത്തായി, പാചകവും ഇബാദത്തായി, തീറ്റയും ഇബാദത്തായി, എല്ലാം ഇബാദത്തായി മാറും നമ്മുടെ നീയത്ത് നന്നാക്കി. അള്ളാഹു നമ്മൾക്ക് പ്രതിഫലം തരട്ടെ, അള്ളാഹു നമ്മൾക്ക് പ്രതിഫലം തരട്ടെ. ഒരു മുഅ്മിനിന്റെ ഉറക്ക് പോലും ഇബാദത്താണ്, ഉറക്ക് പോലും ഇബാദത്താണ്. ഞാനിവിടെ എണീറ്റ് നിന്നാൽ എന്റെ വായിലൂടെ സംസാരങ്ങൾ വരും. ആ സംസാരത്തിൽ ഗീബത്തുണ്ടാവാൻ സാധ്യതയുണ്ട്, നമീമത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനേക്കാളും നല്ലത് എന്റെ നാവിനെ സൂക്ഷിക്കാൻ കിടന്നുറങ്ങലല്ലേ എന്ന് വിചാരിച്ചൊരാൾ കിടന്നുറങ്ങിയാൽ അയാളുടെ നാവിലൂടെ കടന്നു വരുന്ന തെറ്റുകൾക്ക് അയാൾ തടയിട്ടത് കാരണം ആ ഉറക്കിനും അല്ലാഹു പ്രതിഫലം തരുന്നുണ്ട്. പക്ഷെ എല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. ഓരോ ആളുകളുടെയും അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നത് അയാളുടെ നിയ്യത്തുകൾ നോക്കിയിട്ടാണ്. നിയ്യത്ത് നോക്കാതെ അല്ലാഹു ഒരാളുടെ അമലും സ്വീകരിക്കൂല. നിയ്യത്ത് മോശമായാൽ അല്ലാഹുവിന് അയാളുടെ അമല് വേണ്ടേ വേണ്ട എന്നാണ്. നിയ്യത്ത് മോശമായാൽ പിന്നെ അമലിന് പ്രാധാന്യമില്ല. അതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം, നാളെ സ്വർഗീയ ലോകത്ത് പോലും ഈ സമയത്തെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കാതിരിക്കാൻ ഈ വിലപ്പെട്ട സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞുപോയ വർഷങ്ങളിലെ, കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ, കഴിഞ്ഞുപോയ മാസങ്ങളിൽ നമ്മൾ ചെയ്തുപോയ തെറ്റുകൾ ഓരോന്ന് ആലോചിച്ച് അല്ലാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന സമയം അല്ലാഹുവേ നല്ല രീതിയിൽ ജീവിക്കാൻ തൗഫീഖ് നൽകണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا توفنا وأهلنا مسلمين وألحقنا بالصالحين. നമ്മൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ മാ സലഫ മിൻ ദുനൂബിനാ. അല്ലാഹുവേ കഴിഞ്ഞുപോയ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. ഓരോ 2018 എന്നല്ല, ഓരോ വർഷവും കഴിയുമ്പോഴേക്കും നമ്മൾ അല്ലാഹുവിലേക്ക് ഇരുകരങ്ങളും ഉയർത്തി ദുആ ചെയ്യേണ്ടതുണ്ട്, ഇരുകരങ്ങളും ഉയർത്തി കരയേണ്ടതുണ്ട്. അല്ലാഹുവേ എന്നിൽ നിന്നൊരു വർഷം വിട പറയുകയാണ്, അല്ലാഹുവേ എന്നിൽ നിന്നൊരു ആയുസ് വിട പറയുകയാണ്. അല്ലാഹുവേ കഴിഞ്ഞുപോയ പാപങ്ങളെ പുറത്തു താ അല്ലാഹ്. اللهم اغفر لنا ما سلف من ذنوبنا. അല്ലാഹുവേ എൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെ നീ പുറത്തു താ അല്ലാഹ്. മാ സലഫ മിൻ ദുനൂബിനാ, കഴിഞ്ഞുപോയ പാപങ്ങളെ പുറത്തു താ അല്ലാഹ്. ഇനി പുതിയൊരു വർഷമാണ് വരുന്നത്. വഅസിംനാ ഫീമാ ബഖിയ മിൻ അഅമാലിനാ. അല്ലാഹുവേ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നന്മ ചെയ്ത് ജീവിക്കാൻ, തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഒരു വർഷം തീരുമ്പോൾ നമ്മൾ അങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹുവേ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ എത്ര തെറ്റുകൾ ഞാൻ ചെയ്തു എന്നറിയില്ല. തെറ്റുകളും നന്മകളും ഒന്ന് കണക്കാക്കി നോക്കുന്നത് നല്ലതാണ്. ഹാസിബൂ ഖബ്ല അൻ തുഹാസബൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞ സംഭവമാണിത്. ഹാസിബൂ ഖബ്ല അൻ തുഹാസബൂ. നാളെ എന്തായാലും ഒരു വിചാരണ വരാനുണ്ട്, എന്തായാലും മഹ്ശറയിലേക്ക് പോകണം. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ. ആ സിറാത്ത് പാലത്തിലൂടെ കടന്നു പോവാതെ രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. മഹ്ശറയിൽ ഒരു സെക്കൻഡ് പോലും നിൽക്കാത്തവരില്ല. മഹ്ശറാലോകം എല്ലാവർക്കും നിർബന്ധമാണല്ലോ. അപ്പൊ അതുകൊണ്ട് മഹ്ശറാലോകത്തുള്ള ഹിസാബും നമ്മൾക്കറിയാം. ഹിസാബില്ലാത്ത ആളുകളുണ്ടോ? ഉണ്ട്. ഒരു ചോദ്യം പോലും ഇല്ലാതെ അല്ലാഹു നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്.
അതാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുന്ന സമയത്ത് മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിക്കുകയുണ്ടായി. ദീർഘനേരം സുജൂദിൽ കിടന്നു, ഒരുപാട് സമയം സുജൂദിൽ കിടന്നു. ആ സുജൂദിൽ കിടന്ന സമയത്ത് മഹാന്മാരായ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ ഹബീബ് സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. തല ഉയർത്തിയ ഉടനെ മഹാന്മാര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പതിവിന് വിപരീതമായി ഇന്ന് സുജൂദിൽ കിടക്കാൻ ദുആ ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ തങ്ങൾ പഠിപ്പിച്ചത്, അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിച്ചതിന് ഞാൻ ശുക്ർ ചെയ്തതാണ്. അല്ലാഹുവിന്റെ സന്തോഷ വാർത്തയുണ്ട്, അതിന്റെ പേരിൽ ഞാൻ ശുക്ർ ചെയ്തതാണ്. അല്ലാഹുവിന് ഞാൻ നന്ദി ചെയ്തതാണ്. എന്താണ് സന്തോഷ വാർത്ത എന്നറിയോ? നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകളെ വിചാരണയില്ലാതെ, ചോദ്യമില്ലാതെ, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഒരു ചോദ്യമോ ഒരു വിചാരണയോ ഒരു ഹിസാബുമില്ലാതെ അല്ലാഹു 70,000 ആളുകളെ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. 70,000 ആളുകളെ കൊണ്ടുപോകും. അപ്പോഴാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയേ, 70,000 ആളുകളെയാണോ? അത് വളരെ കുറവല്ലേ? നമ്മുടെ ഉമ്മത്തിൽ 70,000 അല്ലല്ലോ ഉള്ളത്. നമ്മുടെ ഉമ്മത്തിൽ 70,000 അല്ലല്ലോ ഉള്ളത്. നമ്മുടെ ഉമ്മത്തിൽ എത്രയോ ആളുകളില്ലയോ? അതുകൊണ്ട് 70,000 വളരെ കുറവാണല്ലോ നബിയേ. സിദ്, ദുആ ചെയ്യണം അല്ലാഹുവിനോട്, ഇനിയും ചോദിക്കണം നബിയേ, ഇനിയും ചോദിക്കണം. ഇത്ര ആളുകൾ പോരാ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഞാൻ അല്ലാഹുവിനോട് ഇനിയും ചോദിച്ചിട്ടുണ്ട്, അല്ലാഹു എനിക്ക് തരാമെന്നുള്ള വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഓരോ 70,000-ത്തിലെ ഓരോ അംഗങ്ങളുടെ കൂടെ 70,000 അല്ലാഹു എനിക്ക് വീണ്ടും തന്നിട്ടുണ്ട്. ഇസ്തസിദ് റബ്ബക ഇന്ന ഉമ്മതക കസീർ, ഇസ്തസിദ് റബ്ബക ഇന്ന ഉമ്മതക കസീർ. നബിയേ, നിങ്ങൾ അല്ലാഹുവിനോട് ഇനിയും കൂടുതൽ ചോദിക്കണം, കാരണം നിങ്ങളുടെ ഉമ്മത്ത് ഒരുപാട് പേരുണ്ടല്ലോ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യം പറഞ്ഞത്. ഇസ്തസിദ് ഉമ്മതക, ഇസ്തസിദ് റബ്ബക, നിങ്ങളുടെ റബ്ബിനോട് കൂട്ടാൻ പറയണം നബിയേ. ഇന്ന ഉമ്മതക കസീർ, നിങ്ങളുടെ സമുദായം ഒരുപാട് പേരുണ്ടല്ലോ നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഓരോ അംഗങ്ങളുടെ കൂടെയും അല്ലാഹു 70,000 കൊണ്ടുപോകുമെന്നാ പറഞ്ഞത്. അപ്പൊ 70,000 × 70,000. ആദ്യം പറഞ്ഞത് 70,000 ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗ്ഗം ഉണ്ടെന്നാണ്. പിന്നെ പറഞ്ഞത് എന്താ? 70,000 × 70,000. അത് ഇത്ര നിങ്ങൾ വീട്ടിലെത്തിയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, പോരെ നബിയെ, അത്രയും പോരാ. 70,000 × 70,000 എത്ര? ഏകദേശം എത്രയാവും നിങ്ങൾ പറഞ്ഞു? 70,000 × 70,000 ഏകദേശം എത്രയാവും? എണ്ണിട്ട് തീരോ? കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമോ? 10 ആണെങ്കിൽ 7 ലക്ഷം എന്ന് പറയായിരുന്നു അല്ലെ? 100 ആണെങ്കിൽ 70 ലക്ഷം കൂടി എന്നൊക്കെ പറയുന്നു. 70,000 × 70,000. 70,000 × 70,000 ആളുകളെ അല്ലാഹു ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അല്ലാഹു അവരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ.